നമസ്കാരം. മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ പേര്? മുഖത്തേക്ക് പേരെന്താന്ന് പറയൂ. മുഖം കണ്ടാൽ അറിയാലോ. മുഖക്കുരു എന്നാണോ? സുന്ദരൻ എന്നാണ്. അല്ല, ഇത് സ്റ്റൈലാണിത്. എന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. അതല്ലേ, മുഖവും പേരും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിടക്കാം. ഇവിടെ കിടക്കാനോ? ഇവിടെയല്ല, പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് ഞാൻ കിടക്കാം, പറഞ്ഞത്. കിടക്കാം. അതല്ലേ, ഞാനൊരു പാട്ട് പാടാം. മമ്മൂട്ടി അതല്ല പറഞ്ഞത്, ഞാനൊരു പാട്ട് പാടാം. മമ്മൂട്ടിയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു പാട്ട് പാടാം. നിങ്ങളതിന്റെ ചരണം പാടണം. പാട്ട് പാടു പാടു. പച്ചക്കിളിപ്പവിടപാൽ വന്ന മൊത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം, എത്രണ്ണം? അഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ. ശംഭുവിന്റെ ഹാൻസ് ഉണ്ട്, അത് മതിയാ. ഹാൻസ് ഡോ, ഇതെന്താ ഇത്? ഹാൻസും ശംഭു ഒന്നും തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത്. ഇവിടെയൊക്കെ തുളഞ്ഞു പോകും ഇതുപോലെ. അയ്യോ, നിങ്ങളതിന്റെ ചരണം നിങ്ങൾ പാടണം. ഇതിന്റെ ചരണം പാടണം. ചരണം 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 ഗുരു ചരണം ചരണം നാദാ ഇതുവഴി ചരണം. ഗുരു ചരണം ചരണം നാദാ ഇതുവഴി. നിങ്ങൾക്ക് 1000 രൂപയുടെ ഒരു ചെക്കുണ്ട്. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചെക്കോ? ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത്. അത് അടുത്തത് ഋതം റൗണ്ടാണ്. യുദ്ധം ഋതം റൗണ്ടാണ്. ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാനാണ്. ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും. ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് പാടണം. പ്ലീസ്. ഒട്ടകങ്ങൾ. ജെന്റിൽമാൻ. ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഒട്ടകങ്ങൾ വരി വരി വരിയായി, താരക്കമരങ്ങൾ നിര നിര നിരയായി, ഒട്ടധികം ആദർപ്പത്തിൻ സീതിർപ്പത്തിൻ ആദർപ്പത്തിൻ മാടിപ്പത്തിന്റെ. സബാഷ്. നിങ്ങൾക്ക് 1000 രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട്. പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത്. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങൾക്ക് പാടാം. നാടൻ പാട്ട് പാടാൻ പറ്റുമോ? നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം. ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി ദൂസിമ കൂന്താരോ, എന്റെ അമ്മ വടക്കോട്ട് പോയപ്പോ മാവുമ മാങ്ങ ദൂസിമ കൂന്താരോ. പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി തങ്കമ്മേ. പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി. ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ പാടി. ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ ചെക്ക് അല്ല, ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു മേടിക്കും. കാരണം എനിക്കും ജീവിക്കണമല്ലോ, വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഗാനം ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും. ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംരക്ഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടണം. പ്ലീസ് കോഡ്സ്. കൊട്ട് പോകുമ്പോൾ മാവും മാവുമൽ മാങ്ങ തൂസിമ്മ കൂന്തരുതേ. കൊട്ട് പോകുമ്പോൾ മാവ് മാവൊന്ന് കണ്ട് തൂസിമ്മ കൂന്തരു. പുൾമ 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 ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടുവേ ഡാഡിയേ. പുൾമ 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 ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടുവേ ഡാഡിയേ. നിങ്ങൾ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. കയ്യിൽ കാശ് ചെക്കൊന്നുമില്ല, ചെക്കൊക്കെ അവിടെയാണല്ലോ. അതല്ലേ? അപ്പോ ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും. പാടിയോളൂ. അതിന്റെ മിസ്റ്റേക്ക് ആണ്, അത് നിങ്ങൾ പറയാം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയ പൂമലര പൊന്നോമന കിണ്ടാണ്ടം. ഞാൻ ഈ പാടിയ ഗാനത്തില്
അക്ഷര തെറ്റുണ്ട്, മിസ്റ്റേക്കാണ്. എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപറയുന്നത്? ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല, മൊത്തം തെറ്റ് തന്നെയാണത്. മൊത്തം തെറ്റാണ്. അത് ശരി, എവിടെയാണ് ആ തെറ്റ് പറ്റിയത്? കണ്ടു എന്ന് പറയുന്നു, അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന്. പിന്നെ കേട്ടു എന്ന് പറയുന്നു, അവർ കേട്ടില്ല എന്ന് പറയുന്നു. ശരിക്കും പാട്ട് അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പാടേണ്ടത്? കണ്ടു കണ്ടാർന്നു, കേട്ടു കേട്ടാർന്നു, പൂമ്പൊടിയായി പൂമലരായി ഓമനനെ കണ്ടാർന്നു. ഇനി ലാസ്റ്റ് റൗണ്ട് ആണ്. ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ ഒരു ചെക്കാണ്. മലയാളത്തില് ഇന്ത്യയിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2 പ്രശസ്തരായ ഗായകരേ ഉള്ളൂ. ഒന്ന് ഡോക്ടർ KJ യേശുദാസ്. രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ്? രണ്ടാമത്തെ ആ ഗായകന്റെ പേര് മനസ്സിലായി. പറ. എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം M എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അക്ഷരം പറയൂ. MG സോമൻ അല്ല, ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം MGR അല്ല. ഈ ജഗതി ശ്രീകുമാറിന്റെ പകുതിയും MGയും കൂടി ചേർത്ത് വെച്ചാൽ MG ശ്രീകുമാറും MGയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ MG. അതൊന്ന് തല തിരിച്ചു പറയൂ. ശ്രീകുമാർ MG എന്ത് നോക്കിയാടോ ഈ പറയുന്നേ? അത് ഞാനാണ്. അതെ. അപ്പൊ ഈ ചെക്ക് കൊണ്ടുപോയാൽ നമുക്ക് കാശ് കിട്ടുമോ? ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല. കാരണം എന്താണ്? ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇത് ടിവിയിലെ സൂര്യ ടിവിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. ഞാൻ സത്യത്തിൽ MG ശ്രീകുമാർ അല്ല. നിങ്ങൾ അതിമനോഹരമായ ഒരു പറ്റിച്ചിരിക്കുന്നത് ടിവിയിൽ നിങ്ങൾ വിളറി ചമ്മി നടക്കുന്ന അവസരം കാണാം. അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല, നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടൻ. ഇന്ന് മുതൽ നീ തരികടയല്ല, പിന്നെ നീ ഒട്ടിയനാണ്. ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം. ദൈവമേ, ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടൽ ഒതുക്കുന്നുണ്ടേ. ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലിയില്ലെന്ന്. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ഹലോ ഹായ് ഹലോ. വീട് എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് വീട്? അതെ. അവിടെ ഒരു അമ്പലമില്ല? അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ. പള്ളി? പള്ളി ഉണ്ടല്ലോ. മുറുക്കാൻകട ഉണ്ടല്ലോ. സിനിമാ തിയേറ്റർ ഉണ്ട്. ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ? പരിചയം ഉണ്ടായിട്ടല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാൻകടയൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞത്. എന്താ കാലിന്റെ പോലെ ചാണകം ചവിട്ടിട്ട് കഴുകാത്തത്? ഇത് ചാണകം ചവിട്ടിയല്ലോ, ഇതാണ് ഷൂ എന്ന് പറഞ്ഞ സാധനം. ഷൂ ആണോ? അതെ. ഷൂ ആണത്? അതെ. അത് എവിടുന്ന് മേടിച്ചാണത്? ഇത് MG റോഡിലൊരു ഫുഡ് വെയർ മേടിച്ചാണ്. അതെ. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ. ഇത് എവിടുന്ന് മേടിച്ചാണ്? ജനിതക ജ്വല്ലറി ആലപ്പുഴ. ഇവിടെ എന്ത് മണ്ടത്തോടെ താൻ പറഞ്ഞേ? എല്ലാവരും ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ല പോണത്, ഷൂ എടുക്കാനാണ് പോണത്. ആളുകൾ പുറത്തയച്ചിട്ട് പോകും. കള്ളനാണല്ലേ? ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. മോന്ത കണ്ടാലും പറയും. അറിയല്ലേ? ഈ ഷർട്ട് എവിടെ നിന്ന് മേടിച്ചതാണ്? ഇത് അയ്യപ്പാസ് കോട്ടയം. ആണോ? ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ. സൂപ്പറാണല്ലോ. എവിടെ മേടിച്ചാണെന്നറിയാം? എവിടെ മേടിച്ചാ? ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ സിറ്റി. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനല്ല പോണത്, ഷർട്ട് മേടിക്കാണ് പോണത്. ആളുകൾ പുറത്തയച്ചിട്ട് ഒരു ഷർട്ട് കൊണ്ടുവരും. മറ്റേത് കള്ളൻ. ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. ജീവിക്കണമല്ലോ. ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങുണ്ടോ? അത് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്. ആ ചടങ്ങുണ്ട്. അമേരിക്കയിൽ അങ്ങനെയല്ലല്ലോ. അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത്. അമേരിക്കന്റെ കൾച്ചർ എനിക്കറിയില്ല. അല്ലേ? അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് ഉണ്ടല്ലോ. അതല്ല, പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ലോ. ഇയാള് പെണ്ണ് കാണാൻ പോയോ? അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല? പെണ്ണ് കാണാൻ വേണ്ടി പോയി. അത് പറയുമ്പോഴേക്കും താളം പേറും. എന്തിനാ നാണിക്കണത്? ഇത് ആണുങ്ങൾ പറഞ്ഞാണല്ലോ ഈ പെണ്ണ് കാണൽ ചടങ്ങ്. ആണുങ്ങൾക്കാണ്. പെണ്ണുങ്ങള് പെണ്ണ് കാണാൻ പോവില്ലല്ലേ? കേരളത്തിൽ അങ്ങനെ പതിവില്ലല്ലോ. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ഇതാ ചായ എന്ന് പറഞ്ഞു പെണ്ണ് എന്റെ മുന്നിലൊരു നൃത്തം. അത് പിന്നെ സർവ്വസാധാരണം. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത്. ഇവിടെ എന്തിനാ നാണിക്കുന്നത്? പെണ്ണിനെ നാണിക്കണം. നമ്മൾ ആണുങ്ങൾ പുരുഷത്തോടെ നിൽക്കണം. അല്ലേ? അതെ. പെണ്ണ് നാണിച്ചിങ്ങനെ നിന്നു. അപ്പൊ ഞാനിപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരു ഇതാണല്ലോ, തലമുറത്തിന്റെ, ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണാണല്ലോ. അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണമെന്ന്. പിന്നെ പെണ്ണിനോട് തീർച്ചയായിട്ടും ചോദിക്കണം. ചായ കൊണ്ടുതന്ന ഉടനെ തന്നെ ചോദിച്ചു. എന്ത് ചോദിച്ചു? ചായ കൊണ്ടുതന്ന എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, ചായക്ക് കടിയൊന്നുമില്ല മോളെ എന്ന്. ഇങ്ങനെ ഒരു പെണ്ണിനെ ചോദിക്കേണ്ടത്. പെണ്ണിന്റെ പേരെന്താണ്, പെണ്ണ് എത്ര വരെ പഠിച്ചു എന്നൊക്കെയല്ലോ ചോദിക്കേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യം അതാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു, എക്സ്ക്യൂസ് മീ,
എത്ര വരെ പഠിച്ചു എന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു എന്നോട് ഡിഗ്രി തോറ്റൂന്ന്. അപ്പൊ ഒന്നും പ്രതികരിച്ചില്ല. 1 മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു. എന്താ പറഞ്ഞു? ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ? SSLC എഴുതി 2ാമതും ജയിക്കണ്ടേ? ഈ സമയത്താണ് ചുമരിന്റെ മുകളിൽ ഒരു ഫോട്ടോ കാണുന്നത്. എന്നിട്ട് ഭിത്തിയിലൊരു ഫോട്ടോ കാണുന്നത്. ഭിത്തിയിൽ ഫോട്ടോ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, അച്ഛൻ മിലിറ്ററിയിലാണല്ലേ മോളെ? അവളെന്ത് പറഞ്ഞു? അച്ഛൻ മിലിറ്ററിയിലല്ലാന്ന്. അപ്പൊ ഇത് പിന്നെ അലിയനായിരിക്കും. അലിയനും അല്ലാന്ന്. അപ്പൊ അമ്മാവനായിരിക്കും. ഞാൻ പറഞ്ഞു അമ്മാവനാണോന്ന്. അമ്മാവനും അല്ലാന്ന്. പിന്നെ ആരാണത്? ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന്. അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്. എടാ നീ ആരോടാണ് ഈ സംസാരിക്കണത്? എന്താണ്? എടാ റൗഡി രാജനാണത്. റൗഡി രാജനാണോ? അത് മാത്രല്ല നിന്റെ പെങ്ങളെ ലൈൻ അടിച്ചവനാണത്. ചോദിക്കടാ നീ. ഇവനാണത്? ഇവനാണത്. ചോദിക്കടാ നീ അങ്ങോട്ട്. എടാ നീ ചോദിക്കും. നീ അല്ലേ റൗഡി രാജൻ എന്ന് ചോദിക്കടാ. നിങ്ങളൊന്ന് ചോദിച്ചു. നീ ചോദിക്കും. നീ ധൈര്യമായിട്ട് ചോദിക്കും. നീ ആണല്ലേടാ ചോദിക്കണം അങ്ങോട്ട്. പ്രശ്നമൊന്നുമില്ല. രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചോടാ. നീ ചോദിക്കും. നീ ചോദിക്കും. അവരുടെ റൗഡി തരം നീ ചോദിക്കും. നിങ്ങളാണോ റൗഡി രാജൻ? ഞാനാണ് ഈ റൗഡി രാജൻ. സത്യസന്ധതൻ. എന്ത് നീറ്റ്. വളരെ ഡീസന്റ് അല്ലേ? എടാ മണ്ട അങ്ങനെയല്ല ചോദിക്കണ്ടേ. എടാ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണ് അവൻ. ഇവനാണത്? അതെ. അപ്പൊ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിക്കുക. ഇന്നൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചോദിക്കടേ. നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാ. ചോദിക്കണം. 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 നീ ചോദിച്ചാൽ മതിയോ? എടാ നീ ചോദിക്ക. എന്റെ പെങ്ങളെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിരുന്നോ? നിന്റെ പെങ്ങളെ നോക്കി ഞാൻ 5 പ്രാവശ്യം ഇങ്ങനെ 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 കളിച്ചു. സത്യം സത്യമായിട്ട് കളിച്ചു. സത്യം. എന്ത് നല്ല സത്യസന്ധതൻ. അയ്യോ പാവല്ലേ. അങ്ങനെയാണോ ചോദിക്കണേ? നീ ചേട്ടനാണ്. നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനവൻ. എടാ നീ ചോദിക്കണം. ഇവനാണ് എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയത്. ഇവനാണ്. ഇവനാണ്. നിന്റെ പൗരുഷകം അങ്ങനെ വഴിക്ക് പറയ്. ഇവിടെ കൊടുക്കണം. ഞാൻ സിനിമയ്ക്ക് പോയി ചോദിക്കട്ടെ ഇവനോട്. എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരുന്നോ? ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു. ഏതായിരുന്നു സിനിമ? ചാന്ത് പൊട്ട്. അതെങ്ങനെ സിനിമ ശരിക്കും എങ്ങനെ ഉണ്ടത്? വളരെ വെറൈറ്റി പടം. വെറൈറ്റി. ദിലീപിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ആയിരിക്കും. പിന്നെ എന്നിട്ട് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലോ? മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല. ദിലീപിന് മാത്രം പറ്റും. അങ്ങനെയല്ലേ? വളരെ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു. ചെയ്യൂല. സത്യം. എടാ പൊട്ട അങ്ങനെയാണോ ചോദിക്കുന്നത്? നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് നീ ചൂടായിട്ട് ചോദിക്കാം. എടാ അടിക്കണം. അവന്റെ മോൻ നോക്കി അടിയണ. എന്റെ പെങ്ങളെ കൊണ്ടേ സിനിമയ്ക്ക് പോയാൽ അടിക്കണം. അടിക്കണം. അങ്ങനെ. ഇനി എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയാൽ നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയാൽ അടിച്ച് നിന്റെ മോന്തര ഷേപ്പ് ചെയ്യാൻ പറ്റും. എന്റെ അല്ല അവന്റെ. അവന്റെ മോന്തത് ഇവിടെ ഒരു അടി കൊടുക്ക്. എവിടെ? ഇവിടെ ഇവിടെ കൊടുക്കണ അടി. ഇവിടെയാണോ? ഇവിടെ. ഇങ്ങനെ വന്നേ. അതെ, അവന്റെ പെങ്ങളെ ഞാൻ ചിലപ്പോ പാർക്ക് കൊണ്ടുപോകും, സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും. പിന്നെ എനിക്ക് എന്തിനാ ഇത്ര പ്രശ്നം? എനിക്ക് പ്രശ്നം എന്താന്നാ? എടാ ഞാൻ കെട്ടാൻ പോണ പെണ്ണെ തന്നെ വേണോടാ നിനക്ക് ബീച്ചിൽ കൊണ്ടാ.